ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയേ പറ്റൂ. ഡോക്ടേഴ്സെല്ലാം അദ്ദേഹത്തിൻ്റെ ആരാധകരുമാണ്. അവർ പറഞ്ഞു, വാൾവ് 2 തരമുണ്ട്, സിന്തറ്റിക് വാൾവും ഓർഗാനിക് വാൾവും. സിന്തറ്റിക് വാൾവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, പിന്നീട് താങ്കൾക്ക് സ്റ്റണ്ട്, വർക്കൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട, ഓർഗാനിക് വാൾവ് തന്നെ നമുക്ക് പിടിപ്പിക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 60%. 100 പേർക്ക് വാൾവ് പിടിപ്പിച്ചാൽ 60 പേര് രക്ഷപ്പെടും, 40 പേര് മരിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയാണ്. അത്തരം ഒരു റിസ്ക് ഉണ്ട്. അമ്മോട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടുള്ള ആളാണ്. ഹാർട്ട് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അർണോൾഡ് ഡോക്ടറോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം ഡോക്ടർ. ഡോക്ടർ ചോദ്യഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അർണോൾഡ് വീണ്ടും പറയണം, അതായത് മറിയ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും അവൾ അറിയണ്ട. ഞാൻ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് മെക്സിക്കോയിലേക്ക് പോകുന്നു എന്ന് പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, സർജറി കഴിയുന്നു. 5 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ടൈം. 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താൽ അപ്പോഴേക്കും പക്ഷേ എൻ്റെ സ്കിന്നിൻ്റെ ടോണൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം വെയിലൊന്നും കൊള്ളാതെ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതൽ വൈറ്റ് കളേർഡായിട്ട് മാറും. അതുകൊണ്ട് ഒരു 2 ദിവസം ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിച്ച് ഒരുപാട് സൺ ടാനിങ് ഒക്കെ നടത്തി നോർമൽ കണ്ടീഷനായതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ആർക്കും കാര്യങ്ങളൊന്നും അറിയില്ല. ഡോക്ടർ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്രയും പ്രധാനപ്പെട്ടൊരു സംഭവം നടക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, മറിയ അറിഞ്ഞേ പറ്റൂ. മാത്രമല്ല, വേണ്ടപ്പെട്ട ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ സർജറി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനം മെറിയോട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, പണ്ട് അമ്മയെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ എനിക്കും ഒരു ഹാർട്ട് സർജറി വേണ്ടി വരുമെന്ന്. എന്തായാലും ഇപ്പം അതങ്ങ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. മെറിയ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊരു ഡോക്ടറെ കണ്ടിരുന്നു, ഡേറ്റൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അവസാനം 1997 ഏപ്രിൽ മാസത്തിൽ ഹാർട്ട് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു. എന്തും ഡിഫറൻ്റായി ചെയ്യുന്ന ആളായിരുന്നു, നമുക്കറിയാം. ഹാർട്ട് സർജറിയുടെ തലേ ദിവസവും വളരെ ഡിഫറൻ്റായിട്ട് തന്നെയായിരുന്നു കാര്യങ്ങൾ ചെയ്തത്. തലേ ദിവസം അദ്ദേഹം വീട്ടിലേക്ക് ഫ്രാങ്കോ കൊളംബടക്കം കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അവർ ഒന്നിച്ച് കുറച്ച് നേരം ഗോൾഫ് കളിച്ചു. അത് കഴിഞ്ഞ് സ്വല്പം ബ്രാൻഡി